നേതാക്കളുടെ സ്ഥാനാർത്ഥി മോഹങ്ങളിലും പ്രാദേശിക അതൃപ്തികളിലും വലഞ്ഞ് കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നു. എംപിമാരുടെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ, കോന്നി മണ്ഡലങ്ങളെ രണ്ടാം ഘട്ട പട്ടികയിൽ നിന്ന് ഒഴിച്ചിടാനാണ് കോൺഗ്രസ് തീരുമാനം. ഇതിനിടെ കെപിസിസി നേതൃത്വത്തിനെതിരെ എം കെ രാഘവൻ എംപിയും ഇന്ന് രംഗത്തെത്തി. കോഴിക്കോട് ജില്ലയിൽ തോൽക്കുന്ന സീറ്റ് ഏറ്റെടുത്ത് മത്സരിക്കണമെന്ന് നേതൃത്വം തന്നോട് നിർദ്ദേശിച്ചുവെന്ന് എം കെ രാഘവൻ വ്യക്തമാക്കി. സ്ഥാനാർത്ഥിത്വത്തിൽ അതൃപ്തി തുടരുന്ന കെ സുധാകരനെയും എം കെ രാഘവൻ സന്ദർശിച്ചു. അതേസമയം കോന്നിയിലെ സ്ഥാനാർത്ഥിയായി അടൂർ പ്രകാശിന്റെ മുഖം വ്യക്തമാക്കാതെയുള്ള പ്രചാരണ വീഡിയോയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്നതിനിടെ യുഡിഎഫിലെ സീറ്റ് വിഭജനം പൂർത്തിയായെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് 95 മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിന് 27 സീറ്റിലും മത്സരിക്കുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ഇതിനിടെ കൊച്ചിയിൽ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി പോസ്റ്റർ യുദ്ധവും ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി മണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി എന്ന പേരിൽ ദീപ്തി മേരി വർഗീസിന്റെയും ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും പോസ്റ്ററുകളാണ് അച്ചടിച്ചു തുടങ്ങിയത്. കൂടാതെ കുട്ടനാട്, തൃത്താല, തൃക്കരിപ്പൂർ എന്നീ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രാദേശിക തലത്തിൽ വൻ പ്രതിഷേധമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തുന്നത്. CPIM വിമതരെ പിന്തുണയ്ക്കുന്നതിനെ ചൊല്ലിയും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ ഇന്ന് പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തി. അധികാരത്തിൽ തിരിച്ചെത്താനുള്ള UDF പ്രതീക്ഷകളെ തുരങ്കം വെക്കുന്നതാണോ മുന്നണിയിലെ പടലപ്പിണക്കങ്ങൾ? അസംതൃപ്തിയുള്ള നേതാക്കൾ നേതൃത്വത്തിന് വഴങ്ങുമോ, അതോ നേതൃത്വം നേതാക്കൾക്ക് വഴങ്ങുമോ എന്നാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം. കാണാം RDX റാപ്പ്. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതോടെ ഇടഞ്ഞു നിൽക്കുന്ന സുധാകരനെ അനുനയിപ്പിക്കാൻ ഇനിയും കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. കെ സുധാകരന്റെയും അടൂർ പ്രകാശിന്റെയും സമ്മർദ്ദത്തിന് മുന്നിൽ തീരുമാനമെടുക്കാൻ നേതൃത്വത്തിന് സാധിക്കുന്നില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തർക്കങ്ങൾ തുടരുന്ന കണ്ണൂർ, കോന്നി മണ്ഡലങ്ങൾ ഒഴിച്ചിട്ട് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ സുധാകരൻ കടുത്ത നിലപാടിലേക്ക് കടക്കരുതെന്ന് നേതാക്കൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതേസമയം MPമാരുടെ സീറ്റ് മോഹത്തിനെതിരെ മുതിർന്ന നേതാക്കൾ രംഗത്തെത്തി. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരെ കെ സുധാകരൻ അനുകൂലികൾ പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ കൊച്ചി കോൺഗ്രസിൽ പോസ്റ്റർ യുദ്ധം തുടങ്ങി. ദീപ്തി മേരി വർഗീസിനും മുഹമ്മദ് ഷിയാസിനും വേണ്ടിയാണ് പോസ്റ്ററുകളുടെ അച്ചടി ആരംഭിച്ചത്. ഇതിനിടെ സന്ദീപ് വാര്യരുടെ തൃക്കരിപ്പൂരിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കാസർഗോഡ് DCCയിൽ അതൃപ്തി പുകയുകയാണ്. ജില്ലയിൽ നിന്നുള്ളവർ തന്നെ മത്സരിക്കണമെന്ന് DCC അധ്യക്ഷൻ PK ഫൈസൽ വ്യക്തമാക്കി. ഉദുമയിൽ DCC വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാറും അരുവിക്കരയിൽ VS ശിവകുമാറും മത്സരിക്കും. നേമത്ത് ശബരിനാഥൻ മത്സരത്തിന് ഇറങ്ങിയേക്കുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ. RDX റാപ്പ് ന്യൂസ് മലയാളം. MPമാരുടെ സീറ്റ് മോഹത്തെ നിശിതമായി വിമർശിച്ച കെ മുരളീധരൻ നിയമസഭ ആഗ്രഹിക്കുന്നു എങ്കിൽ ലോക്സഭയിൽ മത്സരിച്ചത് എന്തിനെന്ന് മുരളീധരൻ ചോദിച്ചു. മത്സരിക്കേണ്ട എന്നത് കോൺഗ്രസ് ഒന്നിച്ചെടുത്ത തീരുമാനമാണ്. MPമാരോട് മണ്ഡലത്തിലെ ജനങ്ങൾ ചോദിക്കുമെന്ന് മുരളീധരൻ ന്യൂസ് മലയാളം ക്രോസ് ഫയറിൽ തുറന്നടിച്ചു. കോൺഗ്രസ് കുറേ കാലങ്ങളായി എടുക്കുന്ന തീരുമാനം MPമാർ മത്സരിക്കേണ്ടതാണ് അസംബ്ലിയിൽ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഒരു MLA MP ആയാൽ ഒരിടത്തെ ബൈ-ഇലക്ഷൻ വരും. ഒരു MP MLA ആയാൽ 7 ഇടത്ത് ബൈ-ഇലക്ഷനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് MPമാർ തൽക്കാലം MLAമാരാകണ്ട എന്ന് തീരുമാനിക്കാൻ കാരണം. ഞാൻ അന്ന് നേമത്ത് മത്സരിച്ചതിൻ്റെ കാരണം ഒരു C ഗ്രേഡ് സീറ്റ് ആയതുകൊണ്ടും പാർട്ടിക്ക് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നതുകൊണ്ടും അന്ന് പാർട്ടി എന്നെ സ്ഥാനാർത്ഥിയാക്കി. കാരണം പരാജയപ്പെട്ട ഞാൻ MP ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോയത്. നേരെ കുറച്ച് ഞാൻ ഇന്നത്തെ പോലെ അന്ന് വട്ടിയൂർക്കാവ് വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടില്ല. എന്താ കാരണം? അവിടെ ചെന്നാൽ അവർ ചോദിക്കും എന്തിനു പോയി, എന്തിനിപ്പോൾ വന്നു. ഞാൻ പോയിട്ട് 1.5 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ. MPമാരുടെ സീറ്റ് മോഹത്തെ രൂക്ഷമായി വിമർശിച്ച മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് വന്നു. ഒരാൾക്ക് ഇളവ് നൽകിയാൽ മറ്റുള്ള MPമാരും ഇതേ ആവശ്യം ഉന്നയിച്ച് പിന്നാലെ വരുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും K ബാബുവും പറഞ്ഞു. പാർട്ടിക്കുള്ളിൽ പ്രശ്നമുണ്ടെങ്കിൽ പാർട്ടിക്കുള്ളിൽ പറയണമെന്നും പരസ്യമായ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതികരിച്ചു. ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ സാമുദായിക സമവാക്യങ്ങൾ പാലിച്ചോ എന്ന ചോദ്യത്തിന് തന്റെ കാലത്തുള്ള പട്ടികയിൽ പാലിച്ചിരുന്നു എന്നും മുല്ലപ്പള്ളിയുടെ മറുപടി. ഒരു പബ്ലിക്കായിട്ട് തൻ്റെ അഭിപ്രായം വെന്റിലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല. പറയേണ്ട രീതിയിൽ വെച്ച് പറയും. ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ ഏത് നേതാവിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ അഭിപ്രായം പറയും. പക്ഷേ പാർട്ടിയുടെ ഉള്ളിലേ പറയുന്നു. എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയാറുണ്ട്, മുഖത്ത് നോക്കിയിട്ട്, മുഖാമുഖം. വൈക്കം സീറ്റ് നിഷേധിച്ചതിൽ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ആരോപണവുമായി ദളിത് ചിന്തകൻ സണ്ണി M കവിക്കാട്. തനിക്ക് സീറ്റ് നിഷേധിച്ച കോൺഗ്രസിന്റെ തീരുമാനത്തിന് പിന്നിൽ RSSന്റെ സമ്മർദ്ദമാണ്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിനെ കുറ്റപ്പെടുത്താനില്ലെന്നും സതീശനുമായി ഫോണിൽ സംസാരിച്ചെന്നും സണ്ണി M കവിക്കാടും പറഞ്ഞു. ഇക്കാര്യത്തിൽ VD സതീശന് പ്രതിപക്ഷ നേതാവിനെ പ്രതിക്കൂട്ടിലാക്കേണ്ട യാതൊരു ആവശ്യവും എനിക്കില്ല. ഇന്നലെ രാത്രിയും അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതേകൊണ്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. RSS നേരിട്ട് വന്ന് സീറ്റ് കൊടുക്കരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല.
പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു സമ്മർദ്ദം എങ്ങനെ ഏർപ്പെടുത്തണമെന്ന് അറിയാവുന്നവരവർ ആര് മുഖേന എങ്ങനെ ചെയ്യണമെന്നൊക്കെ അറിയാവുന്നവരാ. അപ്പോൾ അതുകൊണ്ട് സംഘടനകൾ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. MK രാഘവന്റെ പ്രതികരണം കൂടെ കേൾക്കാം. ഞാൻ ഒരിക്കലും എനിക്ക് മത്സരിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ഇതുമായി ഒരു കത്ത് നൽകിയിട്ടില്ല. വ്യക്തിപരമായി എനിക്ക് 3 വർഷം കൂടിയുണ്ട്. ഞാൻ കംഫർട്ടാണ്. ഞാൻ ഇതിൻ്റെ പുറകെ പോകേണ്ട യാതൊരു കാര്യമില്ല. പക്ഷേ എന്നോട് ഇങ്ങോട്ട് ലീഡേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്നുമല്ല, തോൽക്കുന്ന സീറ്റ് എടുത്ത് മത്സരിച്ച് ജയിക്കണം. അതുകൊണ്ട് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് UDFനെ തിരിച്ചു കൊണ്ടുവരിക അധികാരത്തിൽ. അതിന് കോഴിക്കോട് ജില്ലയിലെ 13 സീറ്റുകൾ ജയിപ്പിക്കുന്നതാണ് എൻ്റെ ലക്ഷ്യം. സുധാകരൻ പാർട്ടിക്ക് വഴങ്ങുമോ അതോ സുധാകരൻ കടുത്ത നിലപാടിലേക്ക് നീങ്ങുമോ? പാർട്ടിയാണല്ലോ വലുത്. അപ്പോൾ പാർട്ടിയാണല്ലോ വലുത്, വ്യക്തിയല്ലല്ലോ. വൈക്കം സീറ്റ് വിവാദത്തിൽ സണ്ണി എം കബിക്കാടിന്റെ വാദം തള്ളി VD സതീശൻ രംഗത്തെത്തി. കബിക്കാടിന് സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടില്ലെന്നും ആവശ്യം ഉന്നയിച്ചത് ഇങ്ങോട്ടാണെന്നും VD സതീശൻ പറഞ്ഞു. ഞാൻ ആർക്കും സീറ്റ് വാക്ക് കൊടുക്കാൻ ഞാനൊരാളുമല്ല. അദ്ദേഹം സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. അത് ഞങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ മുന്നിൽ വയ്ക്കാം എന്ന് പറഞ്ഞിരുന്നു. പാർട്ടി നേതൃത്വം വിശദമായ ചർച്ച നടത്തിയപ്പോൾ അവിടെ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുന്നതാണ് നല്ലത് എന്ന തീരുമാനമെടുത്തു. ആ തീരുമാനം ഞാൻ അദ്ദേഹത്തെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു. സണ്ണി എം കബിക്കാടിന് സീറ്റ് നിഷേധിച്ചത് വ്യാപക പരാതി ഉയർന്നതുകൊണ്ടാണെന്ന് K മുരളീധരൻ ന്യൂസ് മലയാളം ക്രോസ് ഫയറിൽ പറഞ്ഞു. ഗാന്ധിജിയെ വിമർശിച്ച ആളാണെന്ന് വൈക്കത്തെ കോൺഗ്രസുകാർ പറഞ്ഞു. യുവതീ പ്രവേശന നിലപാടിലും പരാതി വന്നു. വിവാദം വേണ്ടെന്ന് കരുതിയാണ് സീറ്റ് നൽകാതിരുന്നതെന്നും മുരളീധരൻ വ്യക്തമാക്കി. അദ്ദേഹത്തിൻ്റെ പേര് പത്രങ്ങളിൽ വന്ന ഉടനെ തന്നെ വൈക്കത്തുള്ള കോൺഗ്രസ്സുകാർ എൻ്റെ അടുത്ത് വന്നിരുന്നു. കാരണം ഞാൻ ഒരുപാട് വൈക്കത്തുള്ള കോൺഗ്രസ്സുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. ഞങ്ങൾക്ക് ഒരുപാട് പരിപാടിയിൽ അവിടെ പങ്കെടുക്കാൻ പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ. അദ്ദേഹം ഗാന്ധിജിയെ പോലും വിമർശിച്ച ആളാണ്, യുവതീ പ്രവേശനത്തിന് പരസ്യമായിട്ട് അനുകൂലിച്ച ആളാണ് എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല അദ്ദേഹത്തിന് അങ്ങനെ വാക്ക് കൊടുത്തോന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ ആ കാര്യം നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇങ്ങനെ ആക്ഷേപം അദ്ദേഹത്തിനെ കുറിച്ച് വന്നിട്ടുണ്ട്, എന്നാൽ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്, ഞാൻ അഭിപ്രായം പറയില്ല എന്ന് പറഞ്ഞു. ഒരുപക്ഷെ വിവാദം വേണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇങ്ങനെ തീരുമാനത്തിലേക്ക് എത്തിയത്. പാർട്ടി പോസിറ്റീവായി പറഞ്ഞതുകൊണ്ടാണ് നേരത്തെ പോസ്റ്റർ അച്ചടിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ്. പാർട്ടി തീരുമാനം എന്തായാലും അനുസരിക്കും, സീറ്റ് നൽകിയില്ലെങ്കിലും പരാതിയില്ലെന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. തീർച്ചയായിട്ടും മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് പാർട്ടിയിൽ നിന്ന് അങ്ങനെ ഒരു പോസിറ്റീവ് ഇത് വന്നതുകൊണ്ടാണ് അത് ചെയ്തതും. പക്ഷേ അതല്ല, മറിച്ചൊരു തീരുമാനം പാർട്ടിക്ക് എടുക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിനനുസരിച്ച് നിൽക്കും. പാർട്ടി എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് എന്നെ വളർത്തിയത്. ആ പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലുതാണ്. എന്താണോ തീരുമാനം പ്രസ്ഥാനം എടുക്കുന്നത് അതിനോടൊപ്പമായിരിക്കും ഞാൻ. ഇല്ല, ഒരു ബാധിക്കില്ല. ഇനി ചില ഡാറ്റകൾ കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ സണ്ണി ജോസഫിന് ഇതുമായി ഈ കണ്ണൂർ സീറ്റുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ K സുധാകരനെ പിണക്കുകയാണെങ്കിൽ സണ്ണി ജോസഫിന് ഉണ്ടാകുന്ന വെല്ലുവിളികൾ എന്തൊക്കെയെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കണ്ണൂരിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെതിരെ പ്രതിഷേധം കനക്കുകയാണ്. അവിടെ K സുധാകരന് സീറ്റ് നൽകിയില്ലെങ്കിൽ പ്രതിരോധത്തിലാക്കാനാണ് നീക്കം. നന്ദിയില്ലെങ്കിലും നന്ദികേട് കാണിക്കരുത് സണ്ണി എന്നാണ് നിലവിൽ ആ പോസ്റ്ററുകളിലൊക്കെ ഉള്ളത്. സണ്ണി ജോസഫിന്റെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾക്ക് മുകളിൽ നോട്ടീസ് ഒട്ടിച്ചും പ്രതിഷേധമാണ് നിലവിൽ അവിടെയുള്ളത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ കൊച്ചി കോൺഗ്രസിൽ പോസ്റ്റർ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. കൊച്ചിയിലെ UDF സ്ഥാനാർത്ഥി എന്ന പേരിൽ സ്വന്തമായി പോസ്റ്റർ അടിച്ചോ ദീപ്തി മേരി വർഗീസ് പോസ്റ്റർ അടിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇനി കൊച്ചിയിൽ സർവം ദീപ്തം എന്നായിരുന്നു ഈ പോസ്റ്ററിന്റെ ടാഗ് ലൈനും ഉള്ളടക്കവും എന്ന് പറയുന്നത്. മറ്റൊന്ന്, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ പേരിലും പോസ്റ്ററുകൾ അച്ചടിച്ചു തുടങ്ങി എന്നുള്ളതാണ്. CPIM വിമതരെ പിന്തുണയ്ക്കുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ രംഗത്തെത്തി. തങ്ങൾ അടികൊണ്ടതിന്റെ ഗുണം ശത്രുക്കളായിരുന്നവർക്ക് കിട്ടരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പയ്യന്നൂരും തളിപ്പറമ്പും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തന്നെ വേണമെന്നും വിജിൽ പറയുന്നു. അമ്പലപ്പുഴയിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിൽ യൂത്ത് കോൺഗ്രസിന് പ്രതിഷേധവുമുണ്ട്. വിമതനായി മത്സരിക്കാൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി ഷാനു ബൂട്ടോ എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. G സുധാകരന് കോൺഗ്രസ് പിന്തുണ നൽകുന്നതിലും പ്രതിഷേധമുണ്ട്. പാലക്കാട് ജില്ലയിലെ സ്ഥാനാർത്ഥി പട്ടികയിലും യൂത്ത് കോൺഗ്രസിന് എതിർപ്പുണ്ട് എന്നുള്ളതാണ് പുതിയ വാർത്ത. ജില്ലയിൽ ഒരിടത്ത് പോലും പരിഗണിച്ചില്ലെന്ന് നേരിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിലും വിമർശനം ഉന്നയിക്കുന്നു അവർ. KSU നേതാവ് അലോഷ്യസ് സേവ്യറിനെതിരെ പൂഞ്ഞാർ മണ്ഡലത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇറക്കുമതി സ്ഥാനാർത്ഥി പൂഞ്ഞാറിൽ വേണ്ട എന്നാണ് ഈ പോസ്റ്ററിന്റെ ഉള്ളടക്കം. മറ്റൊന്ന്, തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരെ
സ്ഥാനാർത്ഥിയാക്കുന്നതിൽ കാസർഗോഡ് DCCക്ക് അതൃപ്തിയുണ്ടെന്നുള്ളതാണ്. സന്ദീപ് വാര്യരെ പരിഗണിക്കുന്നതിൽ കൂടിയാലോചന നടത്തിയില്ല എന്നാണ് ആക്ഷേപം. തൃത്താലയിൽ ബൽറാമിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ മുൻ KPCC അംഗം K മുഹമ്മദ് രംഗത്തെത്തി. വിമത പ്രവർത്തനമാണ് ബൽറാം തൃത്താലയിൽ നടത്തുന്നത് എന്നാണ് വിമർശനം. കുട്ടനാടിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വിമതൻ മത്സരിച്ചേക്കുമെന്നും വാർത്ത. ആലപ്പുഴ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് വിമതനായി മത്സരിക്കും. ആലപ്പുഴ ജില്ലയിലെ നിരവധി നേതാക്കൾ പാർട്ടിയിൽ നിന്നും രാജിവെച്ചിട്ടുമുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് സ്ഥാനാർത്ഥി റെജി ചെറിയാന്റേത് പേയ്മെന്റ് സീറ്റെന്ന് ആരോപണം ഉയരുന്നു. പുനലൂർ ചടയമംഗലം സീറ്റുകളിൽ ധാരണയാകാത്തതിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറിയാണ്. മറ്റൊന്ന്, പുനലൂരിൽ മത്സരിക്കാൻ തയ്യാറെടുത്ത കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം എന്ന വാർത്തയും വരുന്നു. പ്രാദേശിക നേതൃത്വം നാളെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സംയുക്ത ബ്ലോക്ക് കമ്മിറ്റികളാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നാണ് അറിയുന്ന വിവരം. തല്ല് തീരുന്നില്ല എന്നുള്ളതാണ്. അത് വിപുലമായിട്ടേ ഉള്ളൂ. ഈ നേരം വരെ പട്ടികയും വന്നില്ല. അനിശ്ചിതത്വം എന്നത് ഒരു അസ്വാഭാവിക സംഗതിയല്ല കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ ഈ കാലത്ത് മാത്രമല്ല, 80കളിലും 90കളിലും ഒക്കെ മുതൽ അവസാന നിമിഷമാണ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നോക്കിക്കോളൂ, 2021 ഇത് തന്നെയാണ് സംഭവിച്ചത്. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് സമയമുണ്ടായിരുന്നത്. ഏതാണ്ട് ഒരു മാസത്തെ സമയമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്തിന് ഇടയ്ക്ക് അവർക്ക് ഏറ്റവും അവസാന നിമിഷം പ്രഖ്യാപിക്കാനും പേരുകൾ ഉണ്ടായിരുന്നു എന്നുള്ള അവസ്ഥയുണ്ട്. അതിനും 2016 സമാനമായ സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. അവസാന നിമിഷം വരെ ചർച്ചയ്ക്ക് വെച്ചതിന് ശേഷമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഇരുന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, സത്യത്തിൽ ഇത് കോൺഗ്രസിന് ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്നിപ്പോൾ നമ്മൾ RDXൽ സാധാരണ 2, 3 അല്ലെങ്കിൽ 4 വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കും. നമ്മളിന്ന് ചർച്ചയ്ക്കെടുക്കുന്ന വിഷയങ്ങൾ പ്രധാനമായും UDFുമായി ബന്ധപ്പെട്ടതോ കോൺഗ്രസുമായി ബന്ധപ്പെട്ടതോ മാത്രമാണ്. ഇപ്പോൾ CPIMൽ ഇടതു മുന്നണിയിലെ പ്രശ്നങ്ങൾ ആദ്യ ദിവസത്തെ ചർച്ചകളിലൂടെ അവസാനിച്ചു കഴിഞ്ഞു. പിന്നെ നമുക്ക് ചർച്ചയ്ക്കെടുക്കാൻ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളില്ല. നമ്മൾ ഈ ലൈവായി നിൽക്കുന്ന ആരാണ്? ഈ വിസിബിലിറ്റി ആർക്കാണ്? അത് UDFിനാണ്, കോൺഗ്രസിനാണ്, ഇപ്പോൾ ലീഗിനാണ്. ആ മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ആ കാലത്ത് ഇപ്പോൾ പുതിയ വിലയിരുത്തൽ എന്താണ്? സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഏറ്റവും കൂടുതൽ വിലയിരുത്തുന്നതാണ് നെഗറ്റീവ് ആയിക്കൊള്ളട്ടെ, ആ പബ്ലിസിറ്റി എന്നുള്ളത് അനുകൂലമായി ഭവിക്കും എന്നുള്ള ഒരു തിയറി ഉണ്ടല്ലോ. ആ മട്ടിൽ നോക്കിയാൽ ഇത് കഴിഞ്ഞ എല്ലാ കാലത്തും ഇത് തന്നെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ സാധാരണ കോൺഗ്രസ്സിൽ ഗ്രൂപ്പ് തർക്കങ്ങൾ എന്ന നിലയ്ക്കാണ് അത് വന്നിരുന്നതെങ്കിൽ, മുമ്പൊക്കെ വന്നിരുന്നതെങ്കിൽ, ഗ്രൂപ്പിൻ്റെ താല്പര്യങ്ങൾ എന്ന നിലയ്ക്കാണ് വന്നിരുന്നതെങ്കിൽ, ഇത് കുറേ കൂടി വ്യക്തിപരമായ കുറേ താല്പര്യങ്ങൾ എന്ന മട്ടിൽ ചർച്ച ചെയ്യുന്നു. പക്ഷേ ആത്യന്തികമായ ആ ഗ്രൂപ്പും ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. വ്യക്തിയുടെ താല്പര്യവും ഉണ്ടാവാം, പക്ഷേ ആ ഗ്രൂപ്പും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല മണ്ഡലങ്ങളുടെയും കണക്ക് നമ്മൾ എടുത്താൽ അത് കൂടുതൽ വ്യക്തമാണ്. ഇപ്പോൾ ഇടുക്കി പോലുള്ള മണ്ഡലങ്ങളുടെ കാര്യത്തിലേക്കൊക്കെ വന്നാൽ അത് ഗ്രൂപ്പ് തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്, അതിനകത്ത് സംശയമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ആയിട്ട് ഇനിയിപ്പം നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത് എന്തിനാണ്? സ്ഥാനാർത്ഥികളെ ഇപ്പോൾ പ്രഖ്യാപിക്കും എന്ന് വിചാരിച്ചാണ് കാത്തിരിക്കുന്നത്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? 8 മണിക്ക് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. CEC അവസാനിച്ചു, സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ യോഗം അവസാനിച്ചു, പിരിഞ്ഞു. ഇപ്പോൾ വന്നിരിക്കുന്ന ബ്രേക്കിംഗ് ന്യൂസ് എന്താണ് അവിടെ ശ്യാമിലി? അതായത് CEC വീണ്ടും ചേരുകയാണ്. അതായത് പിരിഞ്ഞ CEC വീണ്ടും യോഗം ചേരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത. അപ്പോൾ നമ്മൾ ഇനിയും കാത്തിരിക്കണം. പക്ഷേ നമ്മൾ ആ സമയം മുഴുവൻ ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഇപ്പോൾ പോസ്റ്റർ അടിച്ചു, ദീപ്തി മേരി വർഗീസ് കൊച്ചിയിൽ പോസ്റ്റർ അടിച്ചു, ഷിയാസിൻ്റെ പേരിൽ വേറെ പോസ്റ്റർ ഇറങ്ങി എന്നുള്ളതൊക്കെ ഒരു സാധാരണ സംഗതിയാണ്. പ്രഖ്യാപിക്കപ്പെട്ട പേരുകളുണ്ട് മുമ്പ്. കർണാടക കാലത്തൊക്കെ പ്രഖ്യാപിച്ച് ചുവരെഴുത്ത് നടത്തിയാണ്. ഇപ്പോൾ ഈ പോസ്റ്റർ എന്നുള്ളതിനപ്പുറത്ത് ചുവരെഴുത്തുകൾക്കാണല്ലോ കൂടുതൽ. അപ്പോൾ അങ്ങനെ ചുമരെഴുത്ത് മായ്ച്ചിട്ട് പിന്നെ വേറെ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്ന സാഹചര്യം ഒന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ വലിയ അസ്വാഭാവികതയില്ല. ഇത് ഒരു തരത്തിൽ കോൺഗ്രസിനോ UDFിനോ ഗുണം ചെയ്യുന്ന ചർച്ചകളാണ് നടക്കുന്നതെന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു തോന്നൽ. കാരണം നമുക്കൊക്കെ തോന്നുന്നു ഇവരെന്താണ് ഈ പ്രഖ്യാപിക്കാത്തത്, ഇവരിങ്ങനെ സമയം നഷ്ടപ്പെടുത്തുകയാണല്ലോ എന്നുള്ള ചർച്ചകളിലൂടെ ഇങ്ങനെ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികളെല്ലാം അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികളുടെ എല്ലാം ബൈറ്റൊക്കെ പോകുന്നുണ്ട്. സ്ഥാനാർത്ഥികൾ ഇങ്ങനെ അവർ മണ്ഡലത്തിൽ പ്രചാരണം തീർന്നു. അതിനപ്പുറത്തേക്ക് അവിടെ വേറെ ചർച്ച ചെയ്യാൻ വലിയ വിഷയങ്ങളില്ല, അല്ലെങ്കിൽ അവരെ ഒരു പരിധിക്കപ്പുറത്ത് ശ്രദ്ധിക്കാൻ പറ്റിയ കാര്യങ്ങളില്ല. ലെഫ്റ്റിൻ്റെ അങ്ങനെ തന്നെയാണ്. ലെഫ്റ്റിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവർ പ്രചാരണമായിട്ട് രംഗത്തിറങ്ങി. അവരാകെ ചർച്ചയിൽ വരുന്നത് എവിടെയാണ് ഇപ്പോൾ? അത് മുസ്ലിം ലീഗിൻ്റെ സീറ്റുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മന്ത്രി അബ്ദുറഹ്മാൻ്റെ മണ്ഡലം മാറുന്നു എന്നൊക്കെയുള്ള ചില വിഷയങ്ങൾക്കപ്പുറത്ത് ഇങ്ങനെ ചർച്ച ചെയ്യാനും ആളുകളുടെ ഐബോൾസ് മുഴുവൻ വരാനും തക്കവണ്ണമുള്ള വിഷയങ്ങളില്ല. ഇതിപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അത് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഒരു സാധ്യത. കാരണം ആ മട്ടിൽ വേണമെങ്കിൽ നമുക്കിതിനെ വിലയിരുത്താം. രണ്ടാമത്തെ കാര്യം, ഇതിൽ ഈ എല്ലാ എം പിമാരും ഈ മട്ടിൽ മത്സരിക്കാനുള്ള ആവശ്യം ഉന്നയിക്കുകയും
ഇതിലേതെങ്കിലും ഒരു എം പിക്ക് അനുമതി കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ അവസാന നിമിഷം എത്തിയേക്കാനുള്ള സാധ്യത ഇപ്പം നിലനിൽക്കുക. എന്താ കാരണം? കണ്ണൂരിലും കോന്നിയിലും ചിലപ്പം ഇന്ന് പ്രഖ്യാപിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പറയുന്ന കാര്യം. ഇങ്ങനെ സംഭവിച്ചാൽ, അതായത് കണ്ണൂരിലും കോന്നിയിലും ഇപ്പോൾ തൽക്കാലം പ്രഖ്യാപിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നു, ഏതെങ്കിലും ഒരു എം പിക്ക് മത്സരിക്കാനുള്ള സാധ്യതയും ഒരുക്കിയാൽ ഒരു കാര്യത്തിൽ പിന്നെ ഒരു സംശയവും വേണ്ട, അത് UDFന് ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ KC വേണുഗോപാൽ അവതരിച്ചിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ റൂട്ട് ക്ലിയറായി. അതുകൊണ്ട് അവിടെ എം പിമാർ മത്സരിക്കരുത് എന്നൊക്കെയുള്ള വലിയ ചർച്ച നടക്കുമ്പോഴും ഇതിന് സമാന്തരമായി എം പിമാർ മത്സരിക്കാനുള്ള, അല്ലെങ്കിൽ എം പിമാരെ മത്സരിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി സജീവമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണ്? എം പിമാർ മത്സരിച്ചാൽ പിന്നെ അങ്ങനെ പിന്നെ ഒരു ചർച്ച പിന്നെ ഉദിക്കുന്നില്ല. എം പിമാർക്ക് സീറ്റ് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ, എന്തൊക്കെ പറഞ്ഞാലും ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷമുള്ള ആൾക്ക് കൊടുക്കണമെന്നുള്ള പിടിവാശിയിലേക്ക് പിന്നീട് ഒരുപക്ഷെ കാര്യങ്ങൾ എത്തിയേക്കാം. രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞു കേട്ടില്ല, MLA-മാർ ഒപ്പം നിർത്തേണ്ടതുണ്ടല്ലോ എന്ന്. അപ്പോൾ അതിലേക്ക് കാര്യങ്ങളെത്തും. ഇപ്പോൾ എന്താണ്, ഏതെങ്കിലും ഒരു എം പിക്ക് സീറ്റ് കൊടുത്താൽ ഇവിടെ ഭൂരിപക്ഷം കിട്ടിയാലും കേന്ദ്രത്തിൻ്റെ ഇടപെടൽ എന്നുള്ളത്, അതായത് ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ എന്നുള്ളത് കുറേ കൂടി ശക്തമായി സംഭവിക്കും. അവിടെ KC വേണുഗോപാലിന് വോയിസ് ഉണ്ടാവും, അദ്ദേഹത്തിന് ഒരു സേ ഉണ്ടാവും, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹത്തിന് അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ഇവിടെ തുറന്നു വരും. അതുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ പ്രതികരിക്കുന്ന എം പിമാരെയും അല്ലെങ്കിൽ പ്രതികരിക്കുന്ന നേതാക്കളെയും നോക്കിക്കോളൂ, അതുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രതികരണമാണ് ഇപ്പോൾ പല നേതാക്കന്മാരുടെയും ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അപ്പോൾ ഞാൻ കാത്തിരിക്കുന്നത് ഈ കാര്യത്തിൽ ഒരുപക്ഷെ ഈ K. സുധാകരനോ ഇദ്ദേഹത്തിനോ അടൂർ പ്രകാശിനോ മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം തുറക്കുന്നതിന് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ MK രാഘവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതും ശ്രദ്ധേയമാണ്. MK രാഘവന് മത്സരിക്കണം എന്ന് ആഗ്രഹമില്ലായിരുന്നു, പക്ഷേ എന്നോട് മത്സരിക്കാൻ നേതൃത്വമാണ് ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വം ഏതാണ്? ഇവിടെ ഈ ഏതെങ്കിലും ഇവിടെ ലോക്കൽ നേതൃത്വം അല്ലല്ലോ അദ്ദേഹത്തോട് ആവശ്യപ്പെടുക, അത് ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കില്ലേ ആവശ്യപ്പെടുക. എന്തിനാണ് ആവശ്യപ്പെട്ടത്? MP ആയിരിക്കുന്ന MK രാഘവനോട് നിങ്ങൾ തോക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലത്തിൽ മത്സരിച്ച് ജയിപ്പിച്ച് കൊണ്ടുവരൂ എന്ന നേതൃത്വം ആവശ്യപ്പെട്ടു എന്ന് അദ്ദേഹം ആർജവത്തോടെ പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു ആലോചനയുണ്ട്. ആ ആലോചന എന്നത് ഒരു മണ്ഡലം ജയിപ്പിച്ചെടുക്കുക എന്നതല്ല, ഒരു MP ഇവിടെ മത്സരിക്കാവുന്ന സാഹചര്യം ഒരുങ്ങുക എന്നത് കൂടി തന്നെയാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഈ സാധ്യത, അതാണ് എൻ്റെ രണ്ടാമത്തെ പോയിന്റ്. ഇനിയിപ്പോൾ മൂന്നാമത്തെ കാര്യം, ഈ ചർച്ചകളൊക്കെ കൊണ്ടുചെന്നെത്തിക്കുന്നത്, പുതിയ സാധ്യതകൾ കൊണ്ടുചെന്നെത്തിക്കുന്നത്, ഈ തർക്കങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നതൊക്കെ അർഹതപ്പെട്ട പലരെയും പുറന്തള്ളുന്നതിലേക്കായിരിക്കുമോ എന്നുള്ള ആശങ്ക എനിക്കുണ്ട്. അതായത് ഈ സീറ്റുകൾ അർഹതപ്പെട്ട പലരും ഒരുപക്ഷെ ഈ പ്രഖ്യാപനത്തോടെ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. യുവാക്കൾക്ക് അർഹമായ പ്രാതിനിധ്യം ഉണ്ടാകുമോ എന്നുള്ള സംശയം ഈ ഘട്ടത്തിൽ തീർച്ചയായും ഉണ്ട്. അതുപോലെ എല്ലാ സമയത്തും സാധാരണ സംഭവിക്കാറുള്ളത്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകുമ്പോൾ ഈ സാമുദായിക പ്രാതിനിധ്യത്തെക്കുറിച്ചൊക്കെ വാദവരാതെ ഇവർ സംസാരിക്കും. പക്ഷേ എന്താ സംഭവിക്കുക? ലീഗിൻ്റെ അക്കൗണ്ടിലേക്ക് മുഴുവൻ മുസ്ലിം സീറ്റുകളെയും അവരങ്ങ് ഉൾക്കൊള്ളിക്കും. ഇനി പുതിയ മുസ്ലിങ്ങളെ, അതായത് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങൾക്ക് അർഹമായ പരിഗണന കിട്ടുന്നില്ല എന്നുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇത്തവണ അത് ആവർത്തിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. കാരണം ഇതുവരെ പ്രഖ്യാപിച്ചതിൽ ആ നിലയ്ക്ക് ഒരു പ്രാതിനിധ്യ സ്വഭാവം ഉൾപ്പെടുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ഒരു ആനുപാതിക പ്രാതിനിധ്യം നമുക്ക് വിചാരിക്കാവുന്ന തരത്തിലുള്ള ഒരു പട്ടികയല്ല വന്നിരിക്കുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ കുറേ കാലങ്ങളായി സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയുക. ഇപ്പോൾ ഈഴവ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ ഇതേ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതിൻ്റെ, അതായത് പരമ്പരാഗത പട്ടികയുടെ സ്വഭാവത്തിൽ തന്നെയായിരിക്കും ഇത്തവണയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരിക എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. വൈകാതെ അത് പുറത്തു വരട്ടെ. ഇപ്പോൾ ചില മണ്ഡലങ്ങളിലെ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ കൊച്ചി മണ്ഡലത്തിൽ ദീപ്തി മേരി വർഗീസ് സ്ഥാനാർത്ഥിത്വം സ്വയം നേതൃത്വത്തിൻ്റെ ഉറപ്പ് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ അടിക്കുന്ന സാഹചര്യമുണ്ട്. ഷിയാസിൻ്റെ പേരിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അപ്പുറത്ത് അടൂർ പ്രകാശിൻ്റെ മുഖം വ്യക്തമായില്ലെങ്കിൽ കൂടി അടൂർ പ്രകാശിന് വേണ്ടിയിട്ടുള്ള പ്രചാരണ വീഡിയോ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അതേ നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റിന് അടൂർ പ്രകാശും ഇദ്ദേഹവും K. സുധാകരനുമൊക്കെ അഭ്യർത്ഥിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തും ഇപ്പോഴും ഒരു ആകെ അവ്യക്തത, പ്രഖ്യാപിക്കപ്പെട്ട സീറ്റുകളിലല്ലാതെ ബാക്കി എല്ലാ സീറ്റുകളിലും അവ്യക്തത എന്നുള്ളത് ഒരു ശരിയായ സംഗതിയല്ല. ഇപ്പോൾ KSUവിൻ്റെ പ്രാതിനിധ്യത്തിന് വേണ്ടിയിട്ട് അവർ ചക്രശ്വാസം വലിക്കുകയാണ്, കിട്ടുമെന്നൊരു ഉറപ്പുമില്ല. പല മണ്ഡലങ്ങളിലും AI ഗ്രൂപ്പുകളുടെ താല്പര്യങ്ങൾ അവിടെ വല്ലാതെ പിടിമുറുക്കുന്നു. പല ജില്ലകളിലും I ഗ്രൂപ്പുകാർ വലിയ പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുന്നു എന്നതൊക്കെ ഇപ്പം നിലനിൽക്കുന്ന സാഹചര്യമാണ്. പട്ടിക പ്രഖ്യാപിച്ചതിന് ശേഷം ബാക്കി നമുക്ക് കാണാം. ഹർഷൻ പറയുന്നതിൽ നിന്ന് അതും കൂടി ഉൾക്കൊള്ളിച്ച് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോഴും എനിക്കും മനസ്സിലായത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ളത് നല്ല തിളച്ച എണ്ണയിൽ കടുക് പൊട്ടിക്കുന്നൊരവസ്ഥയുണ്ടല്ലോ. കടുക് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ നല്ലോണം പൊട്ടും, ഇതങ്ങോട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ തെറിക്കും, പൊള്ളും.
ഇത് അങ്ങനെ ഒരു ഓർഡർ ഒന്നും ഉണ്ടാവില്ല ഈ പൊട്ടുന്നതിന്. അങ്ങനെയാണ് നിലവിൽ ഈ പ്രാദേശിക തലത്തിൽ നിന്നും ജില്ലകളിൽ നിന്നും DCCയിൽ നിന്നും വ്യക്തിപരമായുമുള്ള ആളുകൾ പൊട്ടിക്കരച്ചിലുകളും വരികയാണ് നിലവിൽ. അത് വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നെന്നുള്ളത് ആ പൊട്ടിക്കരച്ചിലുകളിലൊക്കെ ആധാരം അല്ലെങ്കിൽ അതിനൊക്കെ ആദ്യ ഉത്തരവാദി എന്ന് പറയുന്നത് ഈ മുതിർന്ന നേതാക്കൾ തന്നെയാണെന്നേ. അവർ ഉത്തരവാദിത്തം മറന്നു പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. വർഷം നേരത്തെ പറഞ്ഞിരുന്നു, നേരത്തെ ഇതുപോലെയുള്ള വൈകി ഇത്തരം സന്നിഗ്ധ ഘട്ടങ്ങൾ കടന്നു വന്ന് പട്ടിക അവസാനം പ്രഖ്യാപിച്ച് അവരെ ജയിപ്പിച്ചെടുത്ത ചരിത്രമൊക്കെ കോൺഗ്രസിനുള്ള കാര്യം പറഞ്ഞു. അത് പക്ഷേ അന്ന് കരുണാകരൻ ആയിരുന്നു പടനയിച്ചിരുന്നത് അല്ലേ. മറ്റൊന്ന് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, AK ആന്റണി ഉണ്ടായിരുന്നു. അതിൽ രണ്ടാം നിരയായോ അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പമോ നിന്ന്. പക്ഷെ അങ്ങനെ ഈ 10 വർഷത്തെ പ്രതിപക്ഷത്തെ ഇരിപ്പും കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ആ തരത്തിലേക്ക് നയിക്കാനുള്ള ഒരു കെൽപ്പ് ഇപ്പോഴുള്ളവർക്ക് ഈ സാഹചര്യമൊക്കെ പരിഗണിക്കുമ്പോൾ ഉണ്ടോ, ചോർന്നു പോയോ എന്നുള്ളത് തന്നെ സംശയമാണ്. അതിലാണ് എൻ്റെ ഒന്നാമത്തെ സംശയം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഉത്തരവാദിത്തം മറക്കുന്നവർ. MK രാഘവൻ ഇന്ന് വന്ന് പറഞ്ഞപ്പോഴത്തേന് ഞാനങ്ങ് അത്ഭുതപ്പെട്ടു. അദ്ദേഹം വന്ന് പറയാണ്, തോൽവി ഉറപ്പിക്കുന്ന സീറ്റുകളെ ഏറ്റെടുത്തിട്ട് അത് ജയിപ്പിച്ച് വരാനാണ് എന്നോട് പറഞ്ഞത്. അദ്ദേഹം ഒരു പരിഭവം പോലെയോ തുറന്നടിക്കുകയാണ്. പക്ഷെ അതൊരു പരിഭവം കൂടെ എന്നോട് അങ്ങനെയാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത്. അങ്ങനെയും കൂടെ ഒരു വേർഷൻ ഉണ്ടല്ലോ അതിൽ. ഇവരാണ് എന്നിട്ട് പേരാവൂരിൽ KK ശൈലജയെ മത്സരിപ്പിക്കുന്നതിന് മറ്റൊരു തരത്തിലുള്ള പരിഭവം പറയുന്നത്. ഏതാ, അവരെ ഒതുക്കാൻ കൊണ്ടുപോയതാണെന്ന്. അപ്പോൾ സ്വാഭാവികമായി ഈ ബോധത്തിൽ നമ്മളോടുമായി തട്ടിച്ചു നോക്കുന്നുണ്ട് ആയിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവുക. എങ്കിൽ പോലും ഞാൻ വിചാരിക്കുകയാണ്, CPMൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന നിലയ്ക്ക് ഗോവിന്ദൻ മാഷ് തന്നെ അത് പറഞ്ഞതാണ്. 2 തവണ മത്സരിച്ച ഉറപ്പിച്ച ടേം മണ്ഡലം 2 ടേം ആയവർ മാറി അവിടെ പുതുമുഖങ്ങൾ വരുന്നു, ഒരവസരം വരട്ടെ. ഇപ്പോൾ VK സനോജിനെയാണ് മട്ടന്നൂർ മത്സരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആദ്യമാണ് അദ്ദേഹത്തെ മട്ടന്നൂർ. പിന്നീടാണ് സംസ്ഥാനത്ത് തന്നെ പ്രമുഖ നേതാവായ KK ശൈലജയെ പേരാവൂരിലേക്ക് മാറ്റുന്നത്. അവിടെ വെറും 3172 വോട്ട് മാത്രമാണ് കഴിഞ്ഞ തവണ സക്കീർ ഹുസൈൻ സണ്ണി ജോസഫിനോട് തൊട്ടിരിക്കുന്നത്. ഈ വോട്ട് ഡിഫെൻഡ് ചെയ്ത് ജയിക്കുവാൻ വേണ്ടിയിട്ടാണ്, മത്സരിച്ച് ജയിക്കാനാണ് പേരാവൂരിലേക്ക് പോകുന്നത്. അപ്പോഴാണ് ശൈലജയ്ക്ക് ഒരു ഇരവാദ മുഖം പോലെ കൊടുത്തുകൊണ്ട് കോൺഗ്രസ്സുകാർ ഈ പദം പറയുന്നത്. സത്യത്തിൽ അത്തരം അതേപോലെയുള്ള ഉത്തരവാദിത്തമായിരിക്കും സ്വാഭാവികമായും ഈ നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും MK രാഘവനോട് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ അദ്ദേഹത്തിന് ആ സെൻസിൽ അത് എടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കേൾക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നു. ഇനി അത് പോട്ടെ, ഇനി അടൂർ പ്രകാശിൻ്റെ കാര്യം. അടൂർ പ്രകാശ് സത്യത്തിൽ MP ആണ്. അദ്ദേഹം കേന്ദ്രത്തിലേക്ക് പോയിരിക്കുന്നത് തന്നെ ഫാസിസത്തിനെതിരെ പോരാടേണ്ട കോൺഗ്രസിൻ്റെ അടിത്തറ ഇളകിക്കൊണ്ടിരിക്കുന്ന, ദേശീയ തലത്തിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കേരളത്തിൽ നിന്ന് ജയിപ്പിച്ചു വിടുകയും അവിടെ അത്രയധികം ശബ്ദമുയർത്തേണ്ട ഒരു സമയത്ത് അദ്ദേഹം വന്നിട്ട് എനിക്കിനി കോന്നിയിൽ മത്സരിക്കണമെന്ന് പറയാം. അതും ഏത് മണ്ഡലത്തിൻ്റെ MP ആയിരുന്നുകൊണ്ട്? ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ MP ആയിരുന്നുകൊണ്ട്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അദ്ദേഹം തന്നെ മത്സരിച്ചപ്പോൾ 3ാമതായിരുന്നു V മുരളീധരൻ. പക്ഷെ വെറും വോട്ട് വ്യത്യാസം 16,000 ചില്ലുവാനും വോട്ടിൻ്റെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. ഇനി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും ലോക്സഭയിൻ്റെയും കണക്കെടുത്ത് കഴിഞ്ഞാൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിരിക്കുന്നത് BJP ആണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ അങ്ങനെ തൻ്റെ പരിസരം മറന്നിട്ടുള്ള ഒരു പ്രതികരണം അടൂർ പ്രകാശിൽ നിന്ന് വരിക എന്നുള്ളത് ആർക്ക് വളം വെച്ച് കൊടുക്കുന്നതിന് തുല്യമാണത്. എന്നിട്ടാണ് അദ്ദേഹം മത്സരിക്കണം വീണ്ടും ആവർത്തിച്ച് നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കം അപേക്ഷിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഉത്തരവാദിത്തം മറക്കുന്ന നേതൃത്വം എന്നുള്ളത് ഞാൻ വീണ്ടും അടിവരയിടുകയാണ്. 3ാമത് നമ്മുടെ K സുധാകരൻ. അദ്ദേഹം കണ്ണൂർ പാർട്ടി ഉണ്ടാക്കിയതാണെന്നും കണ്ണൂരിൻ്റെ പാർട്ടിയുടെ അടിത്തറയാണ് അദ്ദേഹമെന്നും മേൽവിലാസം ഉണ്ടാക്കിയെന്നൊന്നും തർക്കമില്ല അദ്ദേഹത്തിനോട്. പക്ഷേ അദ്ദേഹത്തെ അനുനയിപ്പിക്കേണ്ട ആവശ്യം നിലവിൽ നേതൃത്വത്തിനും ഉണ്ട്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ അദ്ദേഹം ഒരുതരം സമ്മർദ്ദം, ഒരു വലിയൊരു സമ്മർദ്ദം നേതൃത്വത്തിന് മേലിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി പോലും പരിഗണിക്കാത്ത രീതിയിൽ അദ്ദേഹം അത്രയധികം കോൺഫിഡൻ്റ് ആയിട്ട് ചില കാര്യങ്ങൾ പറയുന്നു. അവിടെ വലിയ തരത്തിൽ വിമത നീക്കം എന്ന് തന്നെ പറയാവുന്ന പോലെയാണ് നിലവിൽ വാട്സപ്പുകളിലും സണ്ണി ജോസഫിനെതിരെയുള്ള കാര്യങ്ങൾ. അതിൽ പോസ്റ്റർ പ്രചാരണമായി വാട്സപ്പുകളിലൂടെ പ്രചാരണം നടക്കുന്നു, അല്ലാതെയുള്ള പ്രചാരണം നടക്കുന്നു. അത് ആ കണ്ണൂർ ജില്ലയിൽ ഏതൊക്കെ മണ്ഡലങ്ങൾ? അഴീക്കോട് മണ്ഡലം, പേരാവൂർ മണ്ഡലം, ഇരിക്കൂർ മണ്ഡലം, ഇരിക്കൂറിൽ ഒരു പരിധി വരെ പോവട്ടെ, അത് ഒരു ഉറച്ച മണ്ഡലം എന്ന് തന്നെ പറയാം. പക്ഷേ എല്ലാ മണ്ഡലങ്ങളിലും അത് പ്രതിഫലിക്കുമെന്നുള്ളൊരു ബോധം ഈ മുതിർന്ന നേതാക്കൾക്ക് വേണ്ടി. ഇതൊക്കെ സ്വതാല്പര്യത്തിനാണ് എന്ന് കരുതാം. ഇനി സ്വതാല്പര്യമല്ല, ഗ്രൂപ്പ് താല്പര്യത്തിനായി പ്രവർത്തിക്കുന്ന മറ്റ് നേതാക്കൾ, ഈ നിന്ന് നയിക്കുന്നവർ. ഇന്നലെ തന്നെ ഹർഷൻ പറഞ്ഞു, ഒരു 3 ധാരയുണ്ട് കോൺഗ്രസ്സിലൊന്ന്. ഒന്ന് KC വേണുഗോപാൽ ധാര, ഒന്ന് ചെന്നിത്തല ധാര, ഒന്ന് VD സതീശൻ ധാര എന്ന് പറയുന്നുള്ളൂ. ഈ 3 പേരും ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ കൊച്ചി മണ്ഡലത്തിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ അതിലൊരു എക്സാമ്പിൾ അല്ലേ. കൊച്ചി മണ്ഡലത്തിൽ 2 പേർ ഞങ്ങൾ മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റർ അടിക്കുന്നു. ഒന്ന് മുഹമ്മദ് ഷിയാസ്, അത് VD സതീശൻ്റെ ആൾ. മറ്റൊന്ന് ദീപ്തി മേരി വർഗീസ്, അത് KC വേണുഗോപാൽ പക്ഷം എന്ന് നമുക്ക് പറയാവുന്നത്. മറ്റൊന്ന് ഇതേ മണ്ഡലത്തിൽ, ഇതേ എറണാകുളം ജില്ലയിൽ
എൽദോസ് കുന്നപ്പള്ളിക്കായി രമേശ് ചെന്നിത്തല ചരട് വിളിക്കുന്നു. അപ്പോൾ ഞാൻ പറയാം അവനവൻ്റെ ഗ്രൂപ്പ് താല്പര്യം കൂടെ അത് MLA-മാരെ കൂടി ഉറപ്പിക്കണമല്ലോ എന്ന് പറയുന്നതിൽ നമ്മൾക്കത് ഗണത്തിൽപ്പെടുത്താം. പക്ഷെ അവനവൻ്റെ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് കൂടി ഉറപ്പിക്കുന്ന നേതാക്കൾ ഇവരൊക്കെ കൂടി സ്വതാല്പര്യവും ഗ്രൂപ്പ് താല്പര്യത്തിനും അപ്പുറത്തേക്ക് ഒരു പാർട്ടി താല്പര്യം എന്ന നിലയ്ക്ക് ഇനി ആലോചിക്കേണ്ട ഘട്ടമല്ലേ? എങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം വരിക. കടുക് കറിയിൽ വറക്കുന്നത് നല്ലതാ, കറിക്ക് രുചി കൂടും. അപ്പോൾ ഈ തർക്കങ്ങളൊക്കെ പരിഹരിച്ച് വന്നു കഴിഞ്ഞാൽ ഈ കറിക്ക് രുചി കൂടും, പട്ടിക നന്നായിരിക്കും, നല്ല പോലെ മത്സരിക്കാം, അത് കുഴപ്പമില്ല. പക്ഷേ ഇതിലൊക്കെ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം, എങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ. അല്ലെങ്കിൽ നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റണ്ണൗട്ട് ആവുന്ന സ്ഥിതിയായിരിക്കും PD സതീശനായാലും രമേശ് ചെന്നിത്തലക്കായാലും KC വേണുഗോപാലിനായാലും. അല്ല, അതിനകത്തൊരു കാര്യം ഇതാണ്, അതായത് ഇത് കാലങ്ങളായി ഇങ്ങനെ തന്നെയാണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം 2011 2 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിനാണ് UDF അധികാരത്തിൽ വന്നത്. അതായത് ഒപ്പത്തിനൊപ്പം അവിടെ ഇടതുമുന്നണി പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം 2016 വലിയ പരാജയം ഉണ്ടാകുകയാണ്, 2021 വലിയ പരാജയം ഉണ്ടാകുക. അതായത് കഴിഞ്ഞ 3 ടേമിലും ഈ രീതിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വൈകിയതിൻ്റെ ഗുണം കിട്ടിയിട്ടില്ല. അങ്ങനെ കൂടിയുണ്ട്, അതിൻ്റെ ഗുണം കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളിത് വിസിബിലിറ്റി ഇവർക്കാണല്ലോ എന്നുള്ളത് നമ്മൾ കരുതിയാലും അതിൻ്റെ ഗുണം കിട്ടിയ ചരിത്രം കഴിഞ്ഞ 3 ടേമായി ഇല്ല എന്നുള്ളതാണ്. അതായത് 2011 കൂടി കൂടെ നമുക്ക് ചേർക്കാം, കാരണം അത് ഒപ്പത്തിനൊപ്പമുള്ള ഒരു പോരാട്ടമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഗുണം കിട്ടിയിട്ടില്ല എന്നുള്ളത് കൂടി കരുതി വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തി കാര്യങ്ങളിലേക്ക് കടക്കുന്നതാണ് നല്ലത്. ചർച്ചകളും തർക്കങ്ങളും ഇന്നും കോൺഗ്രസിൽ തുടരുകയാണ്. ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച കോൺഗ്രസ് നേതൃത്വം എന്നാൽ ഇന്ന് വീണ്ടും റിവേഴ്സ് ഗിയറിലേക്ക് പോയിരിക്കുകയാണ്. പ്രഖ്യാപിക്കാനുള്ള സീറ്റുകളിലെ പ്രശ്നങ്ങൾക്ക് പുറമെ പ്രഖ്യാപനം പൂർത്തിയായ സീറ്റുകളിലും ഇന്ന് അതൃപ്തി പുകഞ്ഞതോടെ കാര്യങ്ങൾ നേതൃത്വത്തിന്റെ കൈവിട്ട മട്ടാണ്. ഏറെക്കുറെ മുതിർന്ന നേതാക്കളുമായി അധികം കടുംപിടുത്തം നടത്താതെ അവർ ആവശ്യപ്പെടുന്ന സീറ്റുകൾ നൽകാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. CPIM വിമതരെ പിന്തുണയ്ക്കാനുള്ള തീരുമാനം പ്രാദേശിക തലത്തിൽ വ്യാപകമായി ചോദ്യം ചെയ്യപ്പെടുന്നതോടെ എതിർപക്ഷത്തെ പ്രശ്നങ്ങളെ മുതലെടുക്കാനുള്ള കോൺഗ്രസ് നീക്കവും പാളുകയാണ്. നേതാക്കളുടെ മുഖത്ത് മുമ്പുണ്ടായിരുന്ന തിളക്കം ഇപ്പോൾ കുറയുന്നതും ഇതിന്റെ ഭാഗമായി വേണം കണക്കാക്കാൻ. എന്തുതന്നെയായാലും കോൺഗ്രസ് പട്ടിക ഉടനെ പുറത്തു വരുമോ എന്ന് കോൺഗ്രസ് പ്രവർത്തകരെ പോലെ RDX കാത്തിരിക്കുകയാണ്.